അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ച ഞങ്ങള് വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പരിപാടി. അപ്പോൾ ഇന്ന് ചെറിയൊരു കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് കൂടാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു അൽഫാം ഉണ്ടാക്കുന്ന ചിക്കൻ. അപ്പോൾ അതിന്റെ പരിപാടി എല്ലാവരും സാധാരണ കഴിയാണ്. ചിക്കനൊക്കെ ആദ്യം വാങ്ങിച്ചു വന്നപ്പോൾ കഴുകാം. ആവശ്യത്തിന് ഇറച്ചി നമ്മൾ വാങ്ങിക്കണം. ഇനി കയ്യിൻ്റെ ഇറച്ചി വാങ്ങിക്കണം. ഓ അടിപൊളി. നമ്മൾ അൽഫാമിനുള്ള ചിക്കനും മസാലകളൊക്കെ വാങ്ങി വന്നപ്പോൾ തന്നെ ഏകദേശം 1 മണി ആവാനായിട്ടോ. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഓരോരോ പണികൾ പെട്ടെന്ന് ചെയ്ത് തീർത്തുട്ടോ. പുതിയ ടെക്നിക്കാണ്. വെളുത്തുള്ളി വലിക്കണതാണ്. പിടിച്ചേക്ക ഇങ്ങനെ കുത്തുക, ഇങ്ങനെ കുത്തുക, ഒന്നും കൂടി കുത്തുക, ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് പാടി പോയിക്കണം. അങ്ങനെ നമ്മളെ മസാലക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കേട്ടോ. അതൊക്കെ മിക്സിയിലിട്ട് ജ്യൂസ് പോലെ അടിച്ചിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെ ചിക്കന് ഒരു ഹാഫ് വേവാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ഉള്ളി തക്കാളി വെളുത്തുള്ളിയൊക്കെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ തൈരും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അടച്ചാല് നന്നായാൽ മതിയാണ്. നന്നായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ അറിയുന്നത് കൊണ്ട് സഹായത്തിന് അതൊക്കെ വെച്ചിട്ടുണ്ട്. ചിക്കൻ ചൂടാക്കിയത് ഉണക്കാനുള്ള പുതിയ ഐഡിയ കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആയ ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുക്കുക കേട്ടോ. ഈ സോസിൽ മുക്കിയിട്ട് നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഓരോന്ന് മുക്കിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് കേട്ടോ. എന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് വെച്ചിട്ട് പിന്നെയാണ് ചൂടാൻ പോവാം. 2 മണിക്കൂർ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ മറന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി. ഇപ്പോൾ നമ്മൾ ചിക്കൻ ചുടാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വന്ന കേട്ടോ. ഇതാണ് നമ്മളെ ചിക്കൻ ചുടാനുള്ള ഒരു സെറ്റപ്പ്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒരു ചെറിയൊരു അടുപ്പൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഇവിടെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഊഞ്ഞാലുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഞങ്ങൾ കുറച്ച് മുമ്പേ എത്തി. ഞാനും മിഷാദും കുറച്ച് മുമ്പേ എത്തി. അവർ സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു അടുപ്പൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ ഗ്രില്ലിൽ കയറ്റാം. കനലായിക്കോട്ടെ ചങ്ങായിമാരെ.
ഇവിടുന്ന് ചിക്കൻ ചുടണ്ട വെച്ചിട്ട് കുറച്ചുകൂടി നല്ല സ്ഥലം നോക്കിയിട്ട് പോവാട്ടോ. എൻ്റെ അമ്മേ, ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള കഷ്ടപ്പാടേ. തീപ്പെട്ടി വാങ്ങിക്കുന്നു. അല്ല, ചിരട്ടൊക്കെ വേഗലുണ്ട്. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ ചിക്കൻ ചുടാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. ആറാന്റെ പറമ്പിലൂടെയുള്ള നിങ്ങളുടെ ഈ യാത്ര പുരോഗമിക്കുകയാണ്. ഒന്നെങ്കിൽ ചിക്കൻ ചുടും, അല്ലേ എല്ലാരും കൂടി നമ്മളെ ചുടും. അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ് നടക്കലടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വനങ്ങളിലെ ഇവിടെ പുലിനെ കാണില്ലേ? പുലിയല്ലേ? പുലിയാകുമ്പോ കുഴപ്പമില്ല. കടുവയാണെങ്കിൽ അതിൽ ലക്ഷ്യത്താല് കഴുത്തിനെ പിടിക്കാം. പക്ഷെ പുലിയാണെങ്കിൽ 8 ഒരുമിച്ച് നിന്നാല്, നമ്മൾ 6 ഉള്ളൂ. 6 ഒരുമിച്ച് നിന്നാല് പുലിനൊക്കെ ശിവട്ടിന് പോയിക്കോ. ഈ മൂലക്ക് കൂടെ കയറേ ഇറങ്ങാം. കലക്കി പോലെ അറിയില്ല. തമാശ കളിക്കല്ലേ? നമ്മളിങ്ങനെ നടന്ന് അവസാനം ഇവിടെ ഇയാളെ കാത്തുകാലത്ത് അതന്നെയാ പോണു. അങ്ങോട്ട് തന്നെ പോണു. വാടാ, വെള്ളത്തിൽ കൂടെ പോയിക്കോ. മുഫാസ് കുറച്ച് കാലിയാത്തിട. പെൺകുട്ടികളെ കാണുമ്പോ തെറ്റിദ്ധരിക്കൂലേ? നടക്ക്. അസിഫേ, തല വെക്കുമ്പോ ഗുമ്മുള്ളൂ. കുറേ നേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ ഗ്രില്ലടിക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടെത്തിട്ടോ. ഹലോ ഗൈസ്, ഞങ്ങളിതാ ഇവിടെ ഗ്രില്ലടിക്കാന്ന് വിചാരിച്ചിട്ടോ. കുറേ പുഴയെക്കൂടാണ് നടന്നു. അടിപൊളി. പിന്നെ വേറൊരു കാര്യം, തിരിച്ചുള്ള വഴിയായിരിക്കും അറിയില്ല. അടുത്ത പരിപാടി അടുപ്പുണ്ടാക്കലാണ്. അടുപ്പുണ്ടാക്കാൻ ഞങ്ങൾ പുഴയിൽ നിന്ന് തന്നെ കല്ലെടുക്കുക ചെയ്ത് കേട്ടോ. പുഴയിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് അവിടെ തന്നെ അടുപ്പ് കൂട്ടി. ഇതൊക്കെ എന്താ സംഭവം? ഇനി തീ കത്തിക്കാനുള്ള കഷ്ടപ്പാടാട്ടോ നമ്മൾ ഈ കാണുന്നത്. തീ കത്തിക്കാൻ 1/2 മണിക്കൂറിലധികം പിടിച്ച് തീ ഒന്ന് കത്തി പിടിച്ച് വരാൻ. ഞങ്ങൾ തീ കത്തിക്കാനുള്ള അവിടെ കാണില്ല, അതിൽ കാണില്ല. നേരെ ആട്ടിയാ കീറി കഴിഞ്ഞാൽ ആടൂലോ. കീറൂല ചങ്ങ. ചിരട്ടെടുത്ത് വന്നാൽ അതിന് വെയിറ്റ് ആയതുകൊണ്ടേ ഇത് പച്ച ഭയങ്കര ഒരു കനലുണ്ടാ. ഇത് പിടിക്കൂ. അത് കൊളത്തിട്ടായി എവിടെയും. പിന്നെ അറിയില്ലായിരുന്നു. കൊല്ലപ്പണി
കുറച്ചിട്ടല്ലേ ഒന്നുകൂടി വീശ് പവർ കറക്റ്റ് മൊത്തത്തിൽ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ തീ കത്തിച്ചിട്ടോ. തീ കത്തിച്ച് കനൽ ചൂടാക്കി എടുത്തു. ഇനി നമ്മുടെ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കന് ഗ്രില്ലിലേക്ക് ഓരോന്നായിട്ട് കയറ്റാൻ പോകട്ടോ. ഞാൻ കാണിച്ചേക്കട്ടെ, ഈ സാധനം തിരിച്ചു വെച്ചാലോ? അതല്ലടാ, ചൂട് ഇവിടെ ഉള്ളത്. കല്ല് കുറച്ച് എടുപ്പിച്ചാ പോരെ? ചൂടുണ്ട്. അതിനടിയില് ഐസല്ല, കനലാണ്. ഇനി കണ്ണീരൊന്നും വേണ്ട. ഈ രണ്ട് കല്ലും മാറ്റി സൈഡത്തെ. നല്ല സമയത്താ വന്നത്, നല്ല മഴ. മോഹസിന്റെ കല്ല് മാറ്റാ. ഈ കല്ല് അത് മാറ്റല്ലേ? അത് മാറ്റില്ല. മതി, ഇത് മാറ്റി. കരിയണ്ടാ മസാലടാ. എനിക്കൊന്നും പോനക്ക് കടലിൽ പോകണം. നമ്മളെ കടലിൽ അറബിക്കടലൊന്നല്ല, ഇന്ത്യൻ ഓഷ്യൻ. പണ്ടിപ്പോ ചിക്കനൊക്കെ മേടിച്ചിട്ട് ഇവൻ എന്റെ പോരേണ്ടതായെന്ന് മുങ്ങി. ഇനി കുറച്ച് തള്ളുകളുടെ ടൈമാണ് ഗൈസ്, അതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കാം. നമ്മളെ ആദ്യത്തെ സെറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഈ കരിഞ്ഞത് മൊത്തം മസാലയാണ്, സാധനം കരിഞ്ഞിട്ടൊന്നുമില്ല. ചെക്ക് സാധനം ചിക്കൻ കരിഞ്ഞിട്ടില്ലാന്ന് ഈ ഒരു കാരണത്തെ രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുക. സാധനം കരിഞ്ഞ് ചെക്ക് ചെയ്യണം. തീന്റെ അടുത്ത് കമന്റിൽ വരുമ്പോ കുറച്ച് പച്ചെല്ലാം എടുത്ത് പോയി കപ്പില് വെള്ളം പറഞ്ഞ സൗണ്ട് എടുത്തോളൂ. നമ്മളെ ആദ്യത്തെ സെറ്റ് ആയിട്ടോ. മഴയും വന്നു. ഇതൊന്നാണ് രണ്ടാണോ? പ്ലേറ്റ് പിടിക്ക്. ഇമ്മന്ന് മാറ്റി വെക്കടാ. നിങ്ങൾക്ക് മിസ്സായി പോകാൻ പാള കിട്ടൂല. സോസ് എടുക്ക്. ബ്രെഡ് ചെയ്ത സാധനം വെച്ചിട്ട് നിന്ന് കറക്റ്റ് 6 ആളത് നന്നായിട്ടോ. മതി. കുളിപ്പിച്ചിട്ട് ഇത് തിന്നിട്ടേ നാളെ പണിക്കോണ്ടല്ലോ എല്ലാവർക്കും. തിന്നാ നിക്കല്ലേ. ഊത്ത് ഇതിന്റെ മേലെ ചിക്കന്റെ മേലെ ഗ്രില്ല് പിടിക്കണം. അപ്പൊ നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങള് എല്ലാവരും ഫസ്റ്റത്തെ ട്രിപ്പ് കഴിക്കാട്ടോ. അടുത്ത വെച്ചിട്ടോ, സെക്കൻഡ് വെച്ചിട്ടോ. അടിപൊളി മഴ വെള്ളത്തിലാ തുള്ളണതാ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാ? പൊളി അടുത്ത ആവുണ്ട് കേട്ടോ. തിരിച്ചെടുക്ക. മഴ ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചെയ്ത് മൂടിയിട്ട് കേട്ടോ. എന്നിട്ടേക്കോട്ടെ ഇത് അടിപൊളി ഐശ്വര്യം കൂടിയോണ്ടേ. അങ്ങനെ ഞങ്ങളെ രണ്ടാമത്തെ സെറ്റും ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് ചോദിക്കാനൊന്നുമില്ല, അതിൻ്റെയൊക്കെ തീറ്റ കണ്ടാത്തറിയാം. ഗ്രഹീഡ് പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടം കിട്ടിയ മാതിരി.
പിന്നെ ഉച്ചക്ക് നല്ല കഴിച്ചത് കൊണ്ട് തീരെ വിശപ്പില്ല. ഉച്ചക്ക് തീരെ കഴിക്കാതെ ഒട്ടും വിശപ്പില്ല ഇപ്പൊ. അങ്ങനെയുണ്ട്. അതൊക്കെ പോട്ടെ, ഇന്ന് ചിക്കൻ ചൂടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മുതലേ പട്ടിണി കിടക്കുന്ന ബോസ്. 2 എക്സ്ട്രാ ഉണ്ട്. ഇതിപ്പോ എന്താ ചെയ്യുന്നാണ് ഇപ്പൊ ആലോചിക്കുന്നത്. ഞാൻ പറയാൻ കൊണ്ടു ഒന്ന് നേരത്തെ പറയാം. അല്ല ഞാൻ റെഡി ചെയ്തരാം. എക്സ്ട്രാ വന്ന 2 പീസ് വീതിക്കുന്ന കാഴ്ചയായിട്ടത്. എനിക്ക് തള്ളോ. അടിപൊളി അടിപൊളി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ. നല്ല മഴ ആയതുകൊണ്ടേ, നല്ല മഴ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടോ?